ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ നെടുംതൂണായ മിഡിൽ ഈസ്റ്റിൽ നിന്നും ശരിക്കും ബോംബ് പൊട്ടുന്ന പോലത്തെ വാർത്തകളാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടീമും ചേർന്ന് ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കാൻ പൂട്ടിയിട്ട ഇക്കണോമിക് ഡേ. ഇതിന്റെ മറുപടിയായിട്ട് ഇറാൻ ഇപ്പോൾ ലോക രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കേട്ടാൽ ഞെട്ടുന്ന ഒരു മാസീവ് വാർണിംഗ് ആണ്. ഇറാനിലെ ഉയർന്ന സുരക്ഷാ മേധാവി മോഹ്സിൻ റസായി തന്റെ എക്സ് ഹാൻഡിലൂടെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അമേരിക്ക ഞങ്ങൾക്ക് മേൽ നടത്തുന്ന ഈ സാമ്പത്തിക യുദ്ധം തുടരുകയും മറ്റേതെങ്കിലും രാജ്യങ്ങൾ അതിൽ സഖ്യകക്ഷികളാവുകയും ചെയ്താൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ നിന്നോ പേർഷ്യൻ ഗൾഫിലെ മറ്റിടങ്ങളിൽ നിന്നോ ഒരു തുള്ളി എണ്ണ പോലും ഞങ്ങൾ വെളിയിലേക്ക് കയറ്റി അയക്കാൻ അനുവദിക്കില്ല. അതായത് തങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധത്തിൽ പങ്കെടുക്കുന്ന ഏത് രാജ്യത്തിന്റെയും നീക്കത്തെ തങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമായിട്ട് ഇറാൻ കാണും. ഇതൊരു വെറും ഭീഷണിയാണ്, അതോ ആഗോളതലത്തിൽ വരാൻ പോകുന്ന എണ്ണക്ഷാമത്തിന്റെയും അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിന്റെയും തുടക്കമാണോ? നോക്കാം. വാർത്തയുടെ കാതലായ വിവരങ്ങളിലേക്ക് കടന്നാൽ, ട്രംപ് ഭരണകൂടം ഇറാനെ സാമ്പത്തികമായി പാടെ തളർത്താൻ ലക്ഷ്യമിട്ട് അത്യുഗ്രൻ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടൺ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇക്കണോമിക് ഡേ അഥവാ ഇറാനെ സാമ്പത്തികമായി മുട്ടുകുത്തിക്കാനുള്ള അന്തിമ ഘട്ടം എന്നാണ്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന മറ്റ് രാജ്യങ്ങളെയും കപ്പൽ കമ്പനികളെയും വരെ വൻതോതിൽ പിഴയും ഉപരോധവും ഏർപ്പെടുത്തി പൂട്ടിക്കെട്ടാനാണ് അമേരിക്കയുടെ പദ്ധതി. എന്നാൽ ഇറാൻ ഇതിനോട് പ്രതികരിച്ചത് വളരെ പരിഹാസത്തോടെയാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് ട്രംപിന്റെ സാമ്പത്തിക യുദ്ധത്തെ ഒരു തമാശ രൂപേണയാണ് വിമർശിച്ചത്. അദ്ദേഹം പങ്കുവച്ച ഒരു കാർട്ടൂൺ ട്രോൾ പ്രകാരം അമേരിക്ക ഇറാനെതിരെ എറിയുന്ന ഈ ഉപരോധം കേവലം ഒരു ബൂമറാങ് ആണ്. അതായത് ഇറാനെ തകർക്കാൻ അമേരിക്ക എറിയുന്ന ഈ ആയുധം ചുറ്റിത്തിരിഞ്ഞു വന്ന് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും മൂക്കിൽ തന്നെ അടിക്കുമെന്ന് സാരം. ഇതുകൂടാതെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വക്താവ് സർദാർ മൊഹേബി പറഞ്ഞത്, സൈനികമായ യുദ്ധകളത്തിൽ നേരിടാൻ കഴിയാത്തത് കൊണ്ട് അമേരിക്ക നടത്തുന്ന ഈ സാമ്പത്തിക യുദ്ധം അവരുടെ നാണം കെട്ട തോൽവിയുടെ തെളിവാണ് എന്നാണ്. 20 വർഷമായി ഉപരോധം നേരിടുന്ന തങ്ങൾക്ക് ഇതിൽ പുതിയതായി ഒന്നുമില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായും വ്യക്തമാക്കി. പക്ഷെ അവിടുത്തെ ഒരു പ്രധാന ചോദ്യം ഇറാൻ ഇതിനെ എങ്ങനെ ആയിരിക്കും പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇറാൻ ഇതിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് മാരകമായ കൗണ്ടർ സ്ട്രാറ്റജിയാണ്. ഒന്ന്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലെ ഉപരോധമാണ്. പെർഷ്യൻ ഗൾഫിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തുക, നികുതി ഈടാക്കുക, തങ്ങളുടെ പ്രോട്ടോകോൾ തെറ്റിക്കുന്ന കപ്പലുകളെ അടിച്ചമർത്തുകയും കോൺഫിസ്റ്റിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക, കണ്ടുകെട്ടുകയും ചെയ്യുക. അതുപോലെ ഇനി രണ്ടാമത്തെ കാര്യം, ഗൾഫ് എണ്ണയുടെ പൂർണ്ണ സ്തംഭനാവസ്ഥയാണ്. തങ്ങളെ ഞെരുക്കാൻ ശ്രമിച്ചാൽ, സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ അയൽ രാജ്യങ്ങളുടെ എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും പുറത്തേക്ക് കടക്കാൻ ഇറാൻ അനുവദിക്കില്ല. മൂന്നാമത്തേത് ഹെവി റിറ്റാലിയേഷൻ ആണ്. പ്രദേശത്തുള്ള അമേരിക്കൻ മിലിറ്ററി ബേസുകളെയും വ്യവസായ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അറ്റാക്ക് നടത്തുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാർ ചിന്തിക്കും, ഇറാൻ എണ്ണ അയച്ചില്ല എങ്കിൽ എന്താണ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാമല്ലോ എന്നൊക്കെ. പക്ഷേ വിഷയം അത്ര സിമ്പിൾ അല്ല. ലോകത്ത് കടൽ മാർഗം വിൽക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 5/1 LNGയുടെ വലിയൊരു പങ്കും കടന്നു പോകുന്നത് പെർഷ്യൻ ഗൾഫിലെ വെറും 39 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലൂടെയാണ്. കൂടാതെ ലോകത്തിലെ രാസവള നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള യൂറിയയുടെയും അമോണിയയുടെയും 30% വരുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. ഇറാൻ ഈ ഒരു കടലിടുക്ക് ബ്ലോക്ക് ചെയ്താൽ, അല്ലെങ്കിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയാൽ, ഗ്ലോബൽ എയർഫെയറും കപ്പൽ ഗതാഗത ചെലവും ആകാശത്തോളം ഉയരും. ഇന്ധനവില ബാരലിന് $150 മുകളിലേക്ക് കുതിച്ചുയരാൻ ഇതിലും വലിയൊരു കാരണം വേണ്ട. ഇനി നമ്മളിലേക്ക്, അതായത് ഇന്ത്യയിലേക്ക് വരാം. ഈ ഇറാൻ അമേരിക്കൻ യുദ്ധം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കുമ്പോൾ, ഒന്നാമതായിട്ട് പെട്രോൾ ഡീസൽ വിലയാണ്. ഇന്ത്യ തങ്ങളുടെ 85%-ലധികം എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ക്രൂഡ് ഓയിൽ വില ആഗോള വിപണിയിൽ കൂടിയാൽ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, LPG വില കുത്തനെ കൂട്ടേണ്ടി വരും. ഇനി പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ, ഗതാഗത ചെലവ് കൂട്ടുന്നതോടെ വിപണിയിൽ അരിയും പച്ചക്കറിയും മുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വരെ വില അനിയന്ത്രിതമായിട്ട് ഉയരും. അതുപോലെ കൃഷിയെ ബാധിക്കും കാര്യമായിട്ട്. ഗൾഫിൽ നിന്നുള്ള വളത്തിന്റെ വരവ് നിലയ്ക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ കാർഷിക മേഖലയെ പോലും നേരിട്ട് ബാധിക്കാം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഗൾഫിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇതിനിടയിൽ ആഗോളതലത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം, മിഡിൽ ഈസ്റ്റിൽ സംഘർഷം മൂർച്ഛിക്കുമ്പോൾ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധകളത്തിൽ വലിയ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ശ്രദ്ധയും പണവും മിഡിൽ ഈസ്റ്റിൽ എണ്ണ പ്രതിസന്ധിയിലേക്ക് തിരിയുമ്പോൾ റഷ്യ കിഴക്കൻ യുക്രൈനിൽ ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ്. കാർഖിവിലും മറ്റിടങ്ങളിലും റഷ്യ തങ്ങളുടെ അതിമാരകമായ FAB 500
ഫാബ് 1500 ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ച് യുക്രൈന്റെ കമാൻഡ് സെന്ററുകൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ട്രംപ് സാമ്പത്തിക യുദ്ധം മുറുക്കുമ്പോൾ അത് വഴിതിരിച്ചു വിടുന്ന ആഗോള ശ്രദ്ധ റഷ്യയ്ക്ക് യുദ്ധകളത്തിൽ വലിയൊരു അഡ്വാൻറ്റേജ് നൽകുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ട്രംപിന്റെ ഉപരോധ ഭീഷണിയും ഇറാന്റെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടച്ചിടുമെന്ന മാസീവ് അൾട്ടിമേറ്റവും ലോകത്തെ ഏത് തരം വലിയൊരു ഇക്കണോമിക് ക്രൈസിസിലേക്ക് ആയിരിക്കും തള്ളിവിടുക എന്നത് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.